ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഹാഫ് എ ഡേ ഇംഗ്ലീഷിൽ ഹാഫ് എ ഡേ ആ പുതിയ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. പാര 15 മുതലാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞു നിർത്തിയത്? ആ സ്കൂൾ കുട്ടി സ്കൂൾ കഴിഞ്ഞ് അച്ഛനെ വെയിറ്റ് ചെയ്ത് നിന്നു, കണ്ടില്ല. അപ്പോഴൊരു പരിചയമുള്ള ഒരു മിഡിൽ ഏജ്ഡ് മാനിനെ കണ്ടു, ഒരു വയസ്സനായ ഒരാളെ കണ്ടു. അദ്ദേഹം ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അതുവരെ നമ്മൾ പറഞ്ഞ് നിർത്തി. ഓക്കെ, അപ്പം പാര 15. Again, he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. Good Lord! Where was a street lined with gardens? Where had it disappeared to? When did all these vehicles invade it? And when did all these hordes of humanity come to live upon its surface? How did these hills of refuse come to cover its sides? And where were the fields that bordered it? Again he shook me by the hand and went off. അപ്പോൾ അദ്ദേഹം ഈ മിഡിൽ ഏജ്ഡ് പേഴ്സൺ എന്ത് ചെയ്തു? വീണ്ടും ഈ കുട്ടിയെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് തിരികെ പോയി. I proceeded a few steps. അപ്പോൾ ഈ കുട്ടിയും തിരികെ നടന്നു. Then came to a startled halt. എന്ന് വെച്ചാൽ എന്തോ കണ്ട് ഞെട്ടിയതുപോലെ ആ കുട്ടി അവിടെ നിന്നു പെട്ടെന്ന്. ഗുഡ് ലോഡ്, where was a street lined with gardens? ദൈവമേ, എന്താ ഈ രാവിലെ വന്നപ്പോൾ അവിടെ മൊത്തം ഗാർഡൻ ആയിരുന്നല്ലോ, അപ്പോൾ അതൊന്നും കാണുന്നില്ല. അതൊക്കെ എവിടെയാണ്? where had it disappeared to? അത് അവിടെ പോയി അപ്രത്യക്ഷമായി. when did all these vehicles invade it? അപ്പം ഇപ്പോൾ കാണുന്നത് എന്താ? ഒത്തിരി വാഹനങ്ങളാണ്. അപ്പം ഈ വാഹനങ്ങളൊക്കെ ഇതെങ്ങനെയാണ് ഇവിടെ ഇൻവേഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ അതിക്രമിച്ച് കയറുക. ഇവിടെ അതിക്രമിച്ച് കയറിയത് എങ്ങനെയായിരുന്നത്? എപ്പോഴാണ്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്? അപ്പോൾ എന്താ, ഇവിടെ ഒത്തിരി മനുഷ്യത്വമുള്ള കുറേ കൂട്ടങ്ങളെ കാണാം. അപ്പോൾ ഇവരെല്ലാം ഇതെങ്ങനെയാണ് ഇവിടെ ഇത്ര പെട്ടെന്ന് വന്നത്? അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. How did these hills of refuse come to cover its sides? അപ്പോൾ എന്താ, അതുപോലെ തന്നെ ആ സൈഡിലുണ്ടായിരുന്ന ആ കുന്നുകൾ എവിടെ? അതുപോലെ അവിടെ എല്ലാം ബോർഡർ ചെയ്തിരുന്ന ഫീൽഡ്, വയലുകൾ, ഇതൊന്നും കാണുന്നില്ല. High buildings had taken over. The streets surged with children and disturbing noises shook the air. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. A line of trucks carrying central security troops crawled majestically by. അപ്പോൾ പിന്നെ ഇതൊന്നും ഇല്ലാതെ അവിടെ എന്താ കാണുന്നത്? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. അവിടെ മൊത്തം വലിയ വലിയ ബിൽഡിങ്സായി, ഫ്ലാറ്റുകളായി. ദ സ്ട്രീറ്റ് സർജ്ഡ് വിത്ത് ചിൽഡ്രൻ. അവിടെ അത്രയും എന്താ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സ് ഷൂക്ക് ദ എയർ. അവിടെ അത്രയും ഭയങ്കര ബഹളം, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് രാവിലെ വന്നപ്പോൾ കണ്ട സ്ഥലം ഒന്നും അല്ല ഇപ്പോൾ കാണുന്നത്. ദെൻ ദർ വാസ് എ ബാൻഡ്. പിന്നെ അവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡ് അനൗൺസ് ചെയ്യുന്നത് എന്താണ്? ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ഒരു സർക്കസിൻ്റെ തുടക്കമാണത് അനൗൺസ് ചെയ്യുന്നത്. വിത്ത് ക്ലൗൺസ്. ഇപ്പോൾ കോമാളികളുണ്ട്, ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ഉണ്ട്, വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അവരെല്ലാം ഫ്രണ്ടിൽ നടക്കുന്നു. എ ലൈൻ ഓഫ് ട്രക്സ്. അതുപോലെ ഒരു ലൈൻ ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ്. അതുപോലെ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സിനെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ട്രക്സ് അവിടെ ഇങ്ങനെ എഴഞ്ഞ് പോകുന്നുണ്ട് അതുവഴി. ദ സൈറൺ ഓഫ് എ ഫയർ എൻജിൻ സ്ട്രൈക്ഡ്. അപ്പോൾ അതുപോലെ ഫയർ എൻജിൻ്റെ സൈറൺ അവിടെ ഇങ്ങനെ നിലവിളിച്ചു. And it was not clear how the vehicle would cleave its way to reach the blazing fire. അപ്പോൾ അതുപോലെ തന്നെ അറിയത്തില്ല, എന്താ ഒട്ടും ക്ലിയർ അല്ല. ഇത്രയും തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഫയർ എൻജിൻ എങ്ങനെയാണ് ഇത് ഈ വഴി പിളർത്തുകൊണ്ട് ഈ ബ്ലേസിങ് ഫയർ, ജ്വലിക്കുന്ന തീ കെടുത്താനല്ലേ ഫയർ എൻജിൻ പോകുന്നത്? എങ്ങനെ അവിടെ പോയി എത്തും? ആ തീ കെടുത്താൻ ഈ ഫയർ എൻജിൻ ഈ വഴി പിളർത്തുകൊണ്ട് എങ്ങനെ പോകും? അതൊരു ചോദ്യചിഹ്നമായി. എ ബാറ്റിൽ റേജ്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. അതുപോലെ തന്നെ അവിടെ ഒരു ഭയങ്കര ഒരു വഴക്ക് ഒരു ടാക്സി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പാസഞ്ചറുമായിട്ട്. വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോ വൺ ആൻസേർഡ്. അപ്പോൾ ഈ പാസഞ്ചറിൻ്റെ ഭാര്യ സഹായത്തിനായി ആളിനെ വിളിച്ചു, പക്ഷെ ആരും ആൻസർ ചെയ്തില്ല. ഗുഡ് ഐ വാസ് ഇൻ ഡേയ്സ്, മൈ ഹെഡ് സ്പൺ.
അപ്പോൾ എന്താ, ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയല്ലോ ദൈവമേ, എൻ്റെ തല ചുറ്റുന്നു, ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, എനിക്ക് വട്ടാവുന്നു. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? ഇതൊക്കെ എങ്ങനെ ഈ രാവിലെ ഞാൻ സ്കൂളിൽ പോയി ഈവനിങ് ആയപ്പോഴത്തേക്ക് ഇനി ഇത്രയും കാര്യങ്ങളുണ്ട്, ഹാഫ് എ ഡേ കൊണ്ട് ഇത്രയും എങ്ങനെ സംഭവിച്ചു? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. വീട്ടിൽ പോയി അച്ഛനുമായിട്ട് എൻ്റെ ഉത്തരം കണ്ടെത്തണം. ബട്ട് വെയർ വാസ് മൈ ഹോം? എൻ്റെ വീടെവിടെ? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോട്ട്സ് ഓഫ് പീപ്പിൾ. എനിക്കിവിടെ എന്താ കാണാൻ പറ്റുന്ന, വലിയ വലിയ ബിൽഡിങ്സും ജനങ്ങളുടെ കൂട്ടവും മാത്രമേ, ഹോട്ട്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്, മാത്രമേ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. I hastened down to the crossroads between the gardens and Abu Khoda. I had to cross Abu Khoda to reach my house, but the stream of cars would not let up. The fire engine siren was striking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until the young lad employed at the ironing shop on the corner came up to me. I hastened on to the ക്രോസ് റോഡ്സ്. ഞാൻ തിടുക്കപ്പെട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്നു. ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് ദ അബു കോഡ. അബു കോഡ ആ സ്ഥലത്തിൻ്റെ പേരാണ്. ആ ഗാർഡൻസും അബു കോഡയുടെയും ഇടയ്ക്കായിട്ട് ഞാനിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിന്നു. ഐ ഹാഡ് ടു ക്രോസ് അബു കോഡ ടു റീച്ച് മൈ ഹൗസ്. ഇപ്പോൾ ഈ അബു കോഡ ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ്, അതായത് കാറുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ട് അവിടെ, വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ എന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വിടുന്നില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല. ദ ഫയർ എൻജിൻ സൈറൻ വാസ് സ്ട്രൈക്കിംഗ്. അതുപോലെ ഈ ഫയർ എൻജിൻ്റെ സൈറൻ ആണെങ്കിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒച്ചപ്പാടുണ്ടാക്കുക. അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ്. അത് തന്നെ ഫയർ എൻജിൻ തന്നെ പോകുന്നത് എങ്ങനെയാണ്, ഒച്ചഴയും പോലെയാണ് പോകുന്നത്, സ്ഥലമില്ല. ആൻഡ് ഐ സെഡ് ടു മൈ സെൽഫ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ എന്താ, തീ എങ്കിലും സന്തോഷിക്കട്ടെ. തീ എന്താണ്, തീ എന്താണോ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് അതെങ്കിലും സന്തോഷത്തോടു കൂടി തിന്നട്ടെ. അതായത് തീ കത്തി മൊത്തം നശിച്ചാലും ഈ ഫയർ എഞ്ചിൻ അവിടെ എത്തത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി ചിന്തിക്കുന്നത്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ശരിക്കും അസ്വസ്ഥനായി. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്, എനിക്ക് എപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റും. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം, ഒരുപാട് സമയം അവിടെ നിന്നു. അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. അപ്പോൾ എപ്പോഴോ ആര് വന്നു, യങ് ലാഡ് എന്ന് വെച്ചാൽ ഒരു യുവാവ്. എവിടെയാണ്, അയണിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ്. അയണിങ് ഷോപ്പ് എവിടെയാണ്, ആ ഒരു കോർണറിൽ ഒരു അയണിങ് ഷോപ്പ് ഉണ്ടായിരുന്നു, ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി, ഒരു പയ്യൻ വന്ന് ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം, കൈ നീട്ടി, ആൻഡ് സെഡ് ഗാലൻ്റ്ലി എന്ന് വെച്ചാൽ വളരെ ധീരമായിട്ട് പറഞ്ഞു, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്, നമുക്ക് ക്രോസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ക്രോസ് ചെയ്യിപ്പിക്കട്ടെ ഗ്രാൻഡ്പാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, നമ്മൾ കുട്ടിയല്ലേ ആദ്യം കണ്ടത്, രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി ഇപ്പോൾ എന്താ കഥ തീരാറായപ്പോൾ ആരായി, ഗ്രാൻഡ്പയായി. അതിൻ്റെ അർത്ഥം എന്താ, ശരിക്കും ഈ ഗ്രാൻഡ്പ, ഈ വയസ്സായ ആൾ റോഡിൽ നടന്നു വന്നപ്പോഴത്തേക്ക് എന്താണ്, പഴയ കാലമൊക്കെ ഓർത്തു. പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയ സമയത്ത്, അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ പോയ സമയത്ത് എന്തായിരുന്നു, അവിടെ എല്ലാം വയലും കുന്നും അതുപോലെ പൂന്തോട്ടങ്ങളും ഒക്കെ ആയിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം അങ്ങ് മാറിപ്പോയി എന്ന് ആ പ്രായമായ വയസ്സായ മനുഷ്യൻ ചിന്തിച്ചതാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറി. ഈ സ്ഥലങ്ങൾക്കുണ്ടായ മാറ്റങ്ങളെല്ലാം ആ വയസ്സായ മനുഷ്യൻ ചിന്തിച്ചെടുക്കുന്നതാണ്. പണ്ടിങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇതൊന്നും അല്ല, ഇപ്പം ഒരുപാട് മാറിയിരിക്കുന്നു എന്നൊക്കെ ആ റോഡിൽ നിന്ന് ചിന്തിച്ചതാണ് ഈ കഥ. താങ്ക്സ് ഫോർ വാച്ചിങ്.